ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ എങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ടോപ്പർ ആകാം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ട് വർക്കാണ് എന്നത്. സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് എങ്ങനെ ടോപ്പർ ആകാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 4 ടിപ്സ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഒരു ചാപ്റ്റർ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് അല്ലെ? നമുക്ക് എങ്ങനെയാണ് ഒരു ചാപ്റ്റർ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ആ ചാപ്റ്റർ നമുക്ക് ഒരൊറ്റ ചാപ്റ്റർ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നു. അതേസമയം നിങ്ങൾ 9ലോ 10ലോ +1 +2 ആണ് പഠിക്കുന്നതെങ്കിൽ ഒരു ചാപ്റ്ററിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഡിവൈഡ് ചെയ്ത ഒരു പാർട്ട് നമ്മൾ 1 മണിക്കൂർ കൊണ്ടാണ് പഠിക്കുന്നത്. 8 വരെ ആണെങ്കിൽ ഒരു ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് 1 മണിക്കൂർ മതി. 9, 10 കുറച്ച് ലെങ്തി ആയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് ടൈം വേണ്ടി വരും. അതുകൊണ്ടാണ് 2 ഭാഗമായിട്ട് തിരിച്ചിട്ട് ചാപ്റ്ററിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. 1 മണിക്കൂറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 1 മണിക്കൂറിൽ 60 മിനിറ്റ് ആണെന്ന് അറിയാമല്ലോ. അതിൽ ആദ്യത്തെ 10 മിനിറ്റ്, രണ്ടാമത്തെ 20 മിനിറ്റ്, അത് കഴിഞ്ഞ ഒരു 5 മിനിറ്റ്, പിന്നെ ഒരു 15 മിനിറ്റ്, പിന്നെ ഒരു 10 മിനിറ്റ്, അങ്ങനെയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം ആദ്യത്തെ 10 മിനിറ്റ് എടുക്കുന്നു. ആദ്യത്തെ 10 മിനിറ്റ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഭാഗം, അതായത് ചാപ്റ്റർ ഒന്ന് നന്നായിട്ട് ഫുള്ളായിട്ട് വായിക്കുന്നു. അപ്പൊ അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ ബ്രെയിനിലേക്ക് കയറുന്നു. എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആദ്യത്തെ 10 മിനിറ്റ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ 10 മിനിറ്റ് നമ്മൾ ചാപ്റ്ററിനെ കുറിച്ച് മൊത്തമായിട്ട് ഒന്ന് വായിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത 20 മിനിറ്റ്. അടുത്ത 20 മിനിറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡീപ്പ് സ്റ്റഡിയാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഭാഗം അഥവാ ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് വായിച്ച് 20 മിനിറ്റിൽ നമ്മൾ പഠിച്ചെടുക്കുന്നു. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ വായിക്കുന്നു, പഠിക്കുന്നു. അങ്ങനെ 20 മിനിറ്റ് ഒട്ടും സമയം കളയാതെ നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചെടുക്കുന്നു. ആ 20 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ബ്രെയിനിലേക്ക് അതിലുള്ള മൊത്തം കാര്യങ്ങളും ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ബ്രെയിനിൽ നമ്മളിപ്പോ ആദ്യത്തെ 10 മിനിറ്റ് വായിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ 20 മിനിറ്റ് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ പഠിച്ചതിലൂടെ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ബ്രെയിനിലേക്ക് ഇതൊക്കെ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ 1 മണിക്കൂറിലെ 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ 10 മിനിറ്റ് നമ്മളൊന്ന് വായിച്ചു, അത് കഴിഞ്ഞതിന് ശേഷമുള്ള 20 മിനിറ്റ് നമ്മൾ ആ ലെസൺ ഒന്ന് നന്നായിട്ട് പഠിച്ചു. അപ്പൊ നമ്മളുടെ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മൊബൈൽ നോക്കുകയോ വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ആവുകയോ ചെയ്യാൻ പാടില്ല. ആ ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യുക. കുറച്ച് വെള്ളമോ ചായയോ എന്തോ കുടിച്ചതിന്റെ ശേഷം ഒന്ന് കണ്ണടച്ചിരിക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് കൂളായിട്ട് പോവുക. അത് നമ്മളുടെ ബ്രെയിനിൽ അരമണിക്കൂർ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് മെമ്മറൈസ് ചെയ്യാനും അതേപോലെ തന്നെ അവിടെ ഒന്ന് ഫീഡ് ചെയ്ത് വെക്കാനും ആ 5 മിനിറ്റുള്ള റെസ്റ്റ്, ആ 5 മിനിറ്റുള്ള റിലാക്സേഷൻ നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മളുടെ 1 മണിക്കൂറിലെ 35 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് 15 മിനിറ്റ് ആണ്. പിന്നെ ഒരു 10 മിനിറ്റ്, ഇനി ഒരു 25 മിനിറ്റ് ബാലൻസ് ഉണ്ട്. ആദ്യത്തെ 15 മിനിറ്റിൽ നമ്മൾ 35 മിനിറ്റ് ഓൾറെഡി ഉപയോഗിച്ചു കഴിഞ്ഞു. അതിൽ ബാക്കി വരുന്ന 15 മിനിറ്റ് നമ്മൾ ഒന്നുകൂടി പഠിക്കുന്നു. ഈ എടുത്തു വെച്ചിട്ടുള്ള ലെസൺ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. ആദ്യം 10 മിനിറ്റ് വായിച്ചു, പിന്നെ 20 മിനിറ്റ് പഠിച്ചു, അതിന്റെ ശേഷം 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു, അതിന്റെ ശേഷമുള്ള 15 മിനിറ്റ് ഒന്നുകൂടി നമ്മൾ പഠിക്കുന്നു. അപ്പൊ നമ്മുടെ തലച്ചോറിൽ ഭയങ്കരമായിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ച മാതിരി നമുക്ക് എല്ലാ പോയിന്റും തലച്ചോറിൽ എത്തിയിട്ടുണ്ടാവും. ആ 15 മിനിറ്റിന്റെ പഠനത്തിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വരുന്ന 10 മിനിറ്റ് നമ്മൾ ബുക്കൊക്കെ അടച്ചു വെക്കുന്നു. ലാസ്റ്റ് വരുന്ന 10 മിനിറ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യുന്നു. ഒന്ന് കണ്ണടച്ചിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് കണ്ണടച്ചിട്ട് പറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ ബുക്കൊക്കെ അടച്ചു വെച്ചതിന് ശേഷം വേറൊരു പേപ്പറോ ബുക്കോ എടുത്തിട്ട് അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, പഠിച്ച പോയിന്റ്സ് 1 by 1 ആയിട്ട് എഴുതി നോക്കാം. കുറേ കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ എത്തിയിട്ടുണ്ടാവും. നമ്മുടെ ബ്രെയിൻ ഫീഡ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് എഴുതി നോക്കാൻ പറ്റും. അങ്ങനെ എഴുതി നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഏകദേശം പഠിച്ച മാതിരി തന്നെയാണ്. പിന്നെ നമുക്ക് അതിൽ കൂടുതൽ പഠിക്കേണ്ടി വരില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ അടുക്കം ചുറ്റിയോടെ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിന്റെ പഠനം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടാവും. നമ്മളൊരു സ്മാർട്ട് വർക്കിലൂടെ, അതായത് 1 മണിക്കൂർ എടുത്ത പഠനത്തിലൂടെ ഒരു ചാപ്റ്റർ ഒന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. അത് നമ്മൾ സമ്മറൈസ് ചെയ്തു. സമ്മറൈസ് ചെയ്തതിൽ നിന്ന് മനസ്സിലായി നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളത്. ഇനി അത് വേറൊരു ദിവസം നമുക്ക് റിവിഷൻ ചെയ്താൽ മതി. ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞു. ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നിക്.
പഠനത്തിനുള്ള ബെസ്റ്റ് ടെക്നിക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു 8ാം ക്ലാസ് വരെ നമ്മൾ ഒരു ചാപ്റ്റർ എടുക്കാവൂ, അല്ലെങ്കിൽ 9th 10th ആണെങ്കിൽ ചാപ്റ്ററിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. വലിയൊരു ചാപ്റ്റർ ആണെങ്കിൽ നമ്മൾ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ വലിയൊരു ബേർഡൻ ആയിട്ടുള്ള പഠനം അവിടെ കഴിഞ്ഞു. അത് നമ്മൾ സ്മാർട്ട് വർക്കിലൂടെയാണ് ചെയ്തത്, ഹാർഡ് വർക്കിലൂടെ അല്ല. നമ്മൾ കിട്ടിയ സമയം, ഉപയോഗിച്ച സമയം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് മൊത്തം പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ടോപ്പർ ആവാൻ പറ്റുക. 1 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ വളരെ പെട്ടെന്ന് നമുക്ക് ടോപ്പറായിട്ട് മാറാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഉപകാരപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്